ഇപ്പോൾ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ഒപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, വലിയ ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഇന്ന് ഏകദേശം 1400ഓളം വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെ ലോകം അംഗീകരിച്ച തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ആന എഴുന്നള്ളത്തുകളുടെയും ക്ഷേത്രാചാരങ്ങളുടെയും പള്ളിപ്പെരുന്നാളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആചാരങ്ങളുടെയും നടത്തിപ്പും നിലനിൽപ്പും സംബന്ധിച്ച് വലിയ ആശങ്ക ഇന്ന് എല്ലാ ക്ഷേത്ര കമ്മിറ്റികൾക്കും വേണ്ടിയിട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് രാജേഷ് പല്ലാട്ട്, ഈ അടിച്ചേൽപ്പിക്കലാണോ ഈ നിയന്ത്രണങ്ങൾ? ഞാൻ പറഞ്ഞാല് ഒരു ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആന എഴുന്നള്ളത്തുകളും കേരളത്തിന്റെ തനത് സംസ്കാരങ്ങളും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥരുടെ പേപ്പർ വർക്കുകളുടെ അവരുടെ എഴുത്ത് കുത്തുകളുടെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും അപ്രായോഗികമായ നിയന്ത്രണങ്ങളും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 3 മീറ്റർ അകലം 2 ആനകൾ തമ്മിൽ വേണമെന്നത് എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഇസ എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ 1444 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നാണ് നൂറുകണക്കിന് ആനകൾ നിന്നിട്ടുള്ളത്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് 2024 ഇത്തരത്തിലൊരു ഉപദേശം അദ്ദേഹം കൊടുത്തതെന്നും ആ ഉപദേശം കേട്ടുകൊണ്ട് അശാസ്ത്രീയമായ അപ്രായോഗികമായ ഒരു നിയന്ത്രണം എഴുന്നള്ളത്ത് മേഖലകളിൽ ഉണ്ടാക്കിയെടുത്തത് എന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇതിനു പുറകില് ഇത്തരം ആചാരങ്ങൾ നിലനിൽക്കരുത്, ഇതെല്ലാം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ഉദ്യോഗസ്ഥരും ചില NGO-കളും ആണ് ഇതിന് പുറകിൽ നിൽക്കുന്നത് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ്. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, ഇപ്പോൾ ഈ സർക്കാർ ഇടപെടണം, നിയമനിർമ്മാണം നടത്തണം എന്നൊക്കെയാണല്ലോ ആവശ്യം. ഈ സർക്കാർ ഇതിനൊക്കെ ഇപ്പോൾ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ എങ്ങനെ വിലങ്ങിടാമെന്ന് ആലോചിച്ച് നടക്കുകയാണ് സർക്കാർ. പലയിടത്തും നമ്മൾ കാണുന്നത് അതാണ്. അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് ഒരു നിയമനിർമ്മാണം, കൃത്യമായ സുതാര്യമായ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? പൊതുജന വികാരം ഏത് സർക്കാരുകളെയും നിയമനിർമ്മാണത്തിലേക്ക് എത്തിക്കുമെന്ന ഒരു സത്യം. കാരണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് തമിഴ്നാടിന്റെ ഏറ്റവും വലിയ അനുഷ്ഠാനമായ ജല്ലിക്കെട്ട് എന്ന വലിയ സംരംഭത്തെ അവസാനിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അത് നിരോധിച്ചത്. പക്ഷേ ആ നിരോധനത്തെ മറികടന്നുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമിഴ്നാട് സർക്കാർ അതിന് വേണ്ട തരത്തിലുള്ള നിയമനിർമ്മാണം ഏർപ്പെടുത്തുകയും ആ നിയമനിർമ്മാണത്തിന്റെ പിൻബലത്തിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ഈ കഴിഞ്ഞ വർഷവും ജല്ലിക്കെട്ട് എന്ന ആ മഹാമേള തമിഴ്നാടിന്റെ മണ്ണിൽ അരങ്ങേറുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നതിന് കേരളത്തിൽ നിയമനിർമ്മാണം ഉണ്ടാക്കുവാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് പ്രതികരിച്ചത്.